വിവോ പോഡ്കാസ്റ്റിലൂടെ ഒറിജിൻ OS 6ന്റെ ഡിഫറെൻറ്റ് ഫീച്ചേഴ്സാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം. സോ ഈ ഒരു സെഗ്മെൻറ്റിൽ എന്തൊക്കെയാണ് പുതിയ അപ്ഡേഷൻസ് കൊണ്ടുവന്നിട്ടുള്ളത് എന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കുന്നത്. ഇപ്പോൾ നമ്മോടൊപ്പം വിവോ കേരളയുടെ ട്രെയിനർ മിസ്റ്റർ മഹേഷ് ആണ് ചേരുന്നത്. ഹലോ സർ, വെൽക്കം. ഒറിജിൻ OS 6ന്റെ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റിയുടെ കാര്യം എടുത്ത് നോക്കുന്ന സമയത്ത് എന്തൊക്കെ ലേറ്റസ്റ്റ് അപ്ഡേഷൻസ് ആൻഡ് ടെക്നോളജീസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്? പ്രീവിയസ് ജനറേഷൻ നമ്മൾ നോക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമുക്ക് ഇതുവരെ ഉണ്ടായിരുന്ന ഫണ്ട ചോയ്സ് ആണ്. ഓക്കെ, ഇത് ഒറിജിൻ OS 6 വരുമ്പം കസ്റ്റമറിൻ്റെ സെക്യൂരിറ്റി പ്രൈവസിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിന് നമ്മൾ പുതിയതായി 3 കാര്യങ്ങളാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഒന്ന് പ്രൈവറ്റ് സ്പേസ് ആണ്, സെക്കൻഡ് തെഫ്റ്റ് ഡിറ്റക്ഷനാണ്, ഫ്രോഡ് ഡിറ്റക്ഷൻസ്. ഇങ്ങനെ 3 കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ, ഇനി പ്രൈവറ്റ് സ്പേസ്. ഈ പ്രൈവറ്റ് സ്പേസ് എന്ന് പറയുന്നത് തീർച്ചയായും കസ്റ്റമറെ സംബന്ധിച്ച് ഒരു പ്രൈവറ്റ് സ്പേസ് തന്നെയാണ്. ഇത് നമ്മളെ മൾട്ടിപ്പിൾ യൂസേഴ്സ് എന്നുള്ള കൺസെപ്റ്റ് അല്ല. എൻ്റയർലി കസ്റ്റമറിൻ്റെ പ്രൈവറ്റ് ഫോട്ടോസുകൾ, ഡോക്യുമെൻറ്റ്സുകൾ അല്ലെങ്കിൽ അതർ ആപ്ലിക്കേഷൻസുകൾ ഇതൊക്കെ നമുക്ക് ഹൈഡ് ചെയ്ത് വെക്കാൻ പറ്റും. ഇത് പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആണ്. അതായത് നോർമലി ഒരു യൂസർ ഫ്രണ്ടിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റില്ല, കസ്റ്റമർക്ക് മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഓപ്പൺ ചെയ്യാൻ സാധിക്കുള്ളൂ. ഇനി തെഫ്റ്റ് ഡിറ്റക്ഷൻ എന്ന് പറയുന്നൊരു ഫീച്ചർ, ഇത് പ്യുവർലി AI ബേസ്ഡ് ആണ്. അതായത് കസ്റ്റമർ ഇപ്പം ട്രാവൽ ചെയ്യണം ബൈക്കിൽ അല്ലെങ്കിൽ നമ്മുടെ ട്രെയിനിലൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ പിന്നെ ബസ്സിലൊക്കെ പോകുമ്പോൾ ഇവരെന്ത് ചെയ്യും, മേടിച്ചുകൊണ്ട് സ്നാച്ച് ചെയ്ത് ഓടും. ആ സമയത്ത് ഇതിൻ്റെ മോഷൻസുകൾ നമ്മൾ ഡിറ്റക്റ്റ് ചെയ്തിട്ട് ഫോൺ ലോക്ക് ചെയ്ത് കളയും. അപ്പോൾ ഇതാണ് നമ്മുടെ തെഫ്റ്റ് ഡിറ്റക്ഷൻ. അപ്പോൾ നമ്മുടെ പ്രൈവസി ഡാറ്റയൊക്കെ എന്ത് ചെയ്യും, പ്രൊട്ടക്റ്റ് ചെയ്യും. ഇന്ന് ഏറ്റവും കൂടുതൽ സാധാരണക്കാർ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം, സാധാരണക്കാർ മാത്രമല്ല ഏത് തരത്തിലുള്ള ആളുകളും ഫേസ് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ടാണ് സ്പാം കോൾസ്, അല്ലെങ്കിൽ ഇതുപോലുള്ള ലിങ്ക്സ്, സ്പാം ആയിട്ടുള്ള ലിങ്ക്സുകൾ നൽകുക, അത് ഓപ്പൺ ചെയ്യാൻ പറയുക, ഈ പറഞ്ഞ കാര്യങ്ങൾ. സോ അത്തരത്തിൽ സ്പാമിനെതിരെ, ഈ ഒരു ഫ്രോഡ് കോൾസിനെതിരെ എന്തെങ്കിലും നമ്മുടെ ഈ ഒരു പുതിയ അപ്ഡേറ്റിൽ കൊണ്ടുവന്നിട്ടുണ്ടോ? അതൊന്ന് വിശദീകരിക്കാമോ? ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നമുക്ക് തന്നെ അറിയത്തില്ല ഏതൊക്കെ കോളുകളാണ് വരിക എന്നുള്ളത്. ടെലികോമിൽ ഓൾറെഡി ഒറ്റനവധി ഫീച്ചറുകൾ അതിന് കൊണ്ടുവരുന്നുണ്ട്. സെയിം ഫീച്ചറുകൾ നമ്മുടെ മൊബൈൽസിലും ഒറിജിൻ OSലും നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതും AI ബേസ് ചെയ്തിട്ടാണ്. അപ്പം കസ്റ്റമർക്ക് കോളുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും OTP ചോദിക്കുക, CVV ചോദിക്കുക, മറ്റുള്ള കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ കസ്റ്റമർക്ക് എന്ത് ചെയ്യും, ഇങ്ങനെ വരുന്ന കോൾ നമ്മൾ ഓൾറെഡി AI ബേസ് ഡിറ്റക്റ്റ് ചെയ്തിട്ട് കസ്റ്റമർക്ക് ഓൾറെഡി നോട്ടിഫിക്കേഷൻ കൊടുക്കും, ദ സ്പാം കോൾ. അപ്പോൾ ഇത് കസ്റ്റമർ ഓൾറെഡി ഒന്നും കൂടെ അലേർട്ട് ആകാനും നമ്മുടെ സമ്പത്ത് അല്ലെങ്കിൽ മറ്റുള്ള പ്രൈവസി നമുക്ക് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി നമുക്കൊന്നും കൂടെ യൂസ്ഫുള്ളായി ചെയ്യാൻ സാധിക്കും. സെക്യൂരിറ്റിയുടെയും പ്രൈവസിയുടെയും കാര്യത്തിൽ ഒറിജിൻ OS 6 നമ്പർ 1 ആണ് എന്നതിൻ്റെ എക്സാമ്പിൾസ് ആണ് ഇപ്പോൾ നമ്മൾ സംസാരിച്ചത്. ഇനിയും കുറേയധികം ഫീച്ചേഴ്സ് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുണ്ട്. അത് മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. Till then, this is bye from Geetika and Mahesh. Vivo.